ആഗോള വിപണിക്ക് ആശ്വാസമായി ഹോർമൂസ് കടലിടുക്ക് തുറന്നിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി തുറന്ന് നൽകുകയാണെന്ന് ഇറാൻ അറിയിച്ചിരിക്കുന്നു. ഇത് ലോകരാഷ്ട്രങ്ങളെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ട ഒരു ആശ്വാസ വാർത്തയാണ്. ഇറാന് തെക്ക് ഭാഗത്തുള്ള ഒരു ഇടുങ്ങിയ ജലപാതയാണ് ഹോർമൂസ് കടലിടുക്ക്. ലോകത്തിലെ എണ്ണയുടെയും ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെയും പ്രധാന കൈമാറ്റം ഇതിലൂടെയാണ് നടന്നിരുന്നത്. ഫെബ്രുവരി അവസാനം അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ ആക്രമണം ആരംഭിച്ചതോടെ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടയ്ക്കുകയായിരുന്നു. എന്നാൽ കടലിടുക്ക് തുറന്നതിലൂടെ ഇറാൻ പലതും മുന്നിൽ കാണുന്നുണ്ട്. ഗതാഗതത്തിനായി ഹോർമൂസ് തുറന്നുകൊടുത്ത ഇറാൻ ചില ഉപാധികൾ വച്ചതായി സൂചനകൾ പുറത്തു വരികയാണ്. എന്താണ് ഇറാൻ മുന്നോട്ട് വച്ച ഉപാധിയെന്നും അതിന് പിന്നിലെ കാരണങ്ങളും പരിശോധിക്കാം. നമസ്കാരം, ഞാൻ ആരതി. വിവിധ രാജ്യങ്ങൾ മരവിപ്പിച്ച ഇറാന്റെ സ്വത്ത് വിട്ട് നൽകുന്നതും ഇറാൻ സേനാ വിഭാഗമായ റവല്യൂഷണറി ഗാർഡിന്റെ സമ്മതത്തോടെ മാത്രം ഇതുവഴി കടന്നു പോകുന്നതുമാണ് ഇറാൻ മുന്നോട്ട് വച്ച ഉപാധി. സൈനിക കപ്പലുകൾക്കും ഇറാനോട് ശത്രുത പുലർത്തുന്ന രാജ്യങ്ങളുടെ കപ്പലുകൾക്കും കടലിടുക്കിലൂടെ കടന്നുപോകാൻ അനുവാദം ഉണ്ടാകില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. ഇതോടൊപ്പം നിലവിലെ സ്ഥിതിഗതികൾ മാറുകയോ ലബനാനിലെ സാഹചര്യം വഷളാവുകയോ ചെയ്താൽ ജലപാത വീണ്ടും അടയ്ക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. അതേസമയം ലബനാനിൽ ഇസ്രയേൽ ഇനി ബോംബാക്രമണം നടത്തില്ലെന്നും അമേരിക്ക അത് തടഞ്ഞിട്ടുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങളെ തള്ളിക്കൊണ്ട് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ കാലിബാഫും രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു മണിക്കൂറിനുള്ളിൽ ട്രംപ് ഉന്നയിച്ച 7 അവകാശവാദങ്ങളും പച്ചക്കള്ളമാണെന്ന് അദ്ദേഹം ആരോപിക്കുകയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണക്കടത്ത് പാതയായ ഹോർമൂസിലൂടെയുള്ള യാത്ര ഇനി മുതൽ ഇറാന്റെ പ്രത്യേക അനുമതിയോടുകൂടി മാത്രമേ അനുവദിക്കൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ഹോർമൂസ് കടലിടുക്ക് ഇനി ഒരിക്കലും അടക്കില്ലെന്ന് ഇറാൻ സമ്മതിച്ചതായാണ് ട്രംപ് അവകാശപ്പെട്ടത്. ഇറാനുമായുള്ള ഇടപാടുകൾ 100% പൂർത്തിയാകുന്നതുവരെ ഇറാനിയൻ തുറമുഖങ്ങൾക്കുള്ള നാവിക ഉപരോധം കർശനമായി തുടരുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഇതോടൊപ്പം ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം അമേരിക്കയ്ക്ക് കൈമാറും എന്ന് ഇറാന്റെ ആണവ പദ്ധതികൾ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഹോർമൂസ് കടലിടുക്കിലെ മൈനുകൾ ഇറാൻ നീക്കം ചെയ്തു തുടങ്ങിയതായും വരും ദിവസങ്ങളിൽ സമാധാന കരാറിൽ പുരോഗതി ഉണ്ടാകുമെന്നും ട്രംപ് പ്രതീക്ഷ പ്രകടിപ്പിച്ചു. എന്നാൽ ട്രംപിന്റെ അവകാശവാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഇറാൻ. അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധവും ഇറാനിയൻ തുറമുഖങ്ങൾ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളും മേഖലയിലെ സമുദ്ര സുരക്ഷയെ ബാധിക്കുമെന്ന് ഇറാൻ ഇതിനോടകം തന്നെ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഉപരോധത്തിൽ ഇളവുകൾ വന്നതോടെ മണിക്കൂറുകൾക്ക് അകം ഹോർമൂസിലൂടെ കടന്നുപോയത് 20-ലേറെ കപ്പലുകളാണ്. ഇറാൻ നാവികസേനയുടെ നിർദ്ദേശമനുസരിച്ചാണ് കപ്പലുകൾ ഹോർമൂസ് കടക്കുന്നത്. അതേസമയം ജലപാതയിലൂടെയുള്ള ഗതാഗതം കുറഞ്ഞതോടെ ആഗോള വിപണിയിൽ എണ്ണയുടെയും വാതകത്തിന്റെയും ഗണ്യമായ ക്ഷാമം അനുഭവപ്പെട്ടു. വില കുതിച്ചുയരാനും ഇത് കാരണമായി. ഹോർമൂസ് കടലിടുക്ക് വാണിജ്യ കപ്പലുകൾക്കായി പൂർണ്ണമായും തുറന്നു നൽകിയതോടെ ആഗോള എണ്ണ വിപണിയിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തിയത്. യുദ്ധഭീതിയും വിതരണ തടസ്സങ്ങളും നീങ്ങിയതാണ് വിപണിയിൽ വില കുറയാൻ കാരണം. വെള്ളിയാഴ്ച $98 മുകളിലായിരുന്നു ബ്രെന്റ് ക്രൂഡിന്റെ വില. ഹോർമൂസ് കടലിടുക്ക് തുറന്നതോടെ ബാരലിന് $88 കുറഞ്ഞു. അസംസ്കൃത എണ്ണ വിലയിൽ ശരാശരി 9 മുതൽ 11% വരെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 90% ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് ആശ്വാസം പകരുന്നതാണ് വിലയിലെ ഇടിവ്. 10 ദിവസത്തിനിടെ വിപണിയിൽ ഏറ്റവും വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. യുദ്ധം കനത്തതോടെ അസംസ്കൃത എണ്ണവില $119 വരെ എത്തിയിരുന്നു. ഇതിൽ നിന്നാണ് എണ്ണവില ഇടിഞ്ഞതെന്നതും വിപണിക്ക് ആശ്വാസം പകരുന്നു. പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ നടന്ന സമാധാന നീക്കങ്ങൾക്കൊടുവിലാണ് ലബനനിലെ വെടിനിർത്തലും തുടർന്ന് ഇറാന്റെ പ്രഖ്യാപനവും ഉണ്ടായത്. പാക് സൈനിക മേധാവി അസീം മുനീറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ടെഹ്റാനിൽ ഇറാൻ ഭരണ നേതൃത്വവുമായി ചർച്ച തുടരുകയാണ്. US ഇറാൻ ചർച്ചയുടെ അടുത്ത ഘട്ടം അടുത്തയാഴ്ച പാകിസ്ഥാനിൽ നടക്കും. 21-നാണ് താൽക്കാലിക വെടിനിർത്തൽ അവസാനിക്കുന്നത്. നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് സൗദി അറേബ്യ, ഖത്തർ സന്ദർശനത്തിന് ശേഷം തുർക്കിയിലെത്തി. അദ്ദേഹം ഇന്ന് US പ്രതിനിധികളെ കാണും. സംഘർഷം അവസാനിച്ചാൽ ഹോർമൂസ് വഴിയുള്ള ഗതാഗതം സുഗമവും സുരക്ഷിതവുമാക്കാൻ 50-ലധികം രാജ്യങ്ങൾക്ക് പങ്കാളിത്തമുള്ള ദൗത്യമായി മുന്നോട്ടു പോകുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പറഞ്ഞു. കടലിടുക്ക് സുരക്ഷിതമാക്കാനുള്ള ദൗത്യത്തിൽ സഹായിക്കാമെന്ന് നാറ്റോ US-നെ അറിയിച്ചെങ്കിലും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സഹായ വാഗ്ദാനം നിരസിക്കുകയായിരുന്നു ചെയ്തത്. ജർമ്മനിയും സഹായ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇറാൻ കടലിടുക്ക് തുറന്നതിനെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് സ്വാഗതം ചെയ്തെങ്കിലും സമാധാന കരാറിൽ ഇറാൻ 100% ഒപ്പിടുന്നതുവരെ US ഏർപ്പെടുത്തിയ നാവിക ഉപരോധം മാറ്റില്ലെന്നാണ് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത്. ഉപരോധം ലംഘിക്കുന്ന കപ്പലുകൾക്കെതിരെ നടപടി തുടരുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറണമെന്നതടക്കമുള്ള കർശന ഉപാധികളാണ് ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. യുറേനിയം നീക്കം ചെയ്യാൻ അമേരിക്കൻ സൈന്യം നേരിട്ട് ഇറാനിൽ ഇറങ്ങില്ലെന്നും ട്രംപ് പറയുന്നു. എന്നാൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറുന്ന കാര്യത്തിൽ അമേരിക്കയുമായി ധാരണയിൽ എത്തിയെന്ന വാർത്തകൾ ഇറാൻ തള്ളിയിരുന്നു.
തങ്ങളുടെ പക്കലുള്ള യുറേനിയം ശേഖരം വിദേശത്തേക്ക് മാറ്റില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി അറിയിച്ചു. യുറേനിയം നീക്കം ചെയ്യാൻ ഇറാൻ സമ്മതിച്ചുവെന്നും ഇരുവിഭാഗവും ഈ വാരാന്ത്യം കൂടിക്കാഴ്ച നടത്തുമെന്നും US പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരുന്നു. ഈ അവകാശവാദമാണ് ഇറാൻ ഇപ്പോൾ നിഷേധിച്ചിരിക്കുന്നത്. ഇറാനിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയ്ക്ക് അവർ കൈമാറുമെന്ന് ട്രംപ് മുമ്പ് പലപ്പോഴും അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇറാൻ ഇതെല്ലാം നിഷേധിക്കുകയായിരുന്നു.